പ്രിയപ്പെട്ടവരെ, വിജുവാൻ നമുക്കെല്ലാം ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുക എന്നത് സ്വാഭാവികമാണ്. എന്തൊക്കെയോ ആയിത്തീരണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. ചിലർക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ടായിരിക്കും, ചിലർ ലക്ഷ്യബോധമില്ലാതെ അറിയുന്നവരായിരിക്കും. ലക്ഷ്യബോധമുള്ളവർ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ കോഫി ഷോപ്പിൽ കയറി മെനു നോക്കി എന്താണ് വേണ്ടത് എന്ന് ഉറപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ ഓർഡർ കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും ചെയ്യാറുള്ളത്. എല്ലാം പാചകം ചെയ്ത് വരാൻ സമയമെടുക്കുമെന്ന് വെയിറ്റർ നിങ്ങളോട് വന്ന് പറയും. നിങ്ങൾക്കും ഉറപ്പുണ്ട് നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം കൃത്യമായി ഒരു ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്ന്. ആ ഉറപ്പിൽ നിങ്ങളവിടെ കാത്തിരിക്കും. ഇതേ രീതിയിലാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. കൃത്യമായൊരു ലക്ഷ്യമുണ്ടായിരിക്കണം, അതിലൊരു സംശയവും പാടില്ല. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. മനസ്സിനെ വളരെ പോസിറ്റീവാക്കി നിർത്തുക. എങ്ങനെ ഇത് സംഭവിക്കും എന്നതിൽ കാര്യമില്ല. ആകർഷണ നിയമം പറയുന്നു, നിങ്ങൾ ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ അത് സാധിക്കും എന്ന് ചിന്തിച്ച് സംഭവിച്ചതായി ഇമാജിൻ ചെയ്ത് നിങ്ങളുടെ ആ ലക്ഷ്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യുമോ അതൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ വിശ്വാസത്തിനും ആത്മാർത്ഥതയ്ക്കും അനുസരിച്ചായിരിക്കും ഈ കാലം തീരുമാനിക്കപ്പെടുക. കൂടുതൽ ആത്മാർത്ഥമായി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് നടക്കും, അല്ലാത്തവർക്ക് അതിൻ്റേതായ സമയമെടുക്കും എന്ന് ആകർഷണ നിയമം പറയുന്നു. ഇതാണ് നമ്മൾ പാലിക്കേണ്ടത്. എങ്ങനെ സംഭവിക്കും എന്ന് ആലോചിച്ച് അല്ലെങ്കിൽ വളരെ നെഗറ്റീവായി ചിന്തിച്ച് കാത്തിരിക്കുന്നവർക്ക് സംഭവിക്കുക സ്വാഭാവികമല്ല. പക്ഷേ കൃത്യമായ ധാരണയുള്ള ആളുകൾക്ക് കൃത്യമായി സംഭവിച്ചിരിക്കും. നിങ്ങളുടെ മനസ്സിനെ ക്ലിയറാക്കി പോസിറ്റീവാക്കി നിർത്തുക. ഗുഡ് ബൈ.